ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിട്ടല്ല ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നു. ക്ഷുഭിതനായ ഒരു ചെറുപ്പക്കാരൻ നോക്ക്, ക്ഷോഭം വന്ന് വർഷങ്ങളായി ഇങ്ങനെ ഉലയൂതി സൃഷ്ടിക്കപ്പെട്ടൊരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പരിണിത ഫലമായിരുന്നു ആ ഒരു വധമെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാൻ കഴിയില്ല. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഒരു ആവിർഭാവം തന്നെ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തു പോവുക. ഈ രാജ്യത്തിന്റെ പഴയ ഇതിഹാസങ്ങളിലേക്കും മറ്റും പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലേക്ക് കിട്ടുന്ന ചിത്രങ്ങൾ എന്തായിരിക്കും? ഞാൻ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ 147 വർഷം പഴക്കമുള്ള ഒരു ചിത്രം കണ്ടു. ഒരു ചെറിയൊരു മുണ്ട് അരയിൽ ചുറ്റിട്ടാണ് രാജാവ് നിൽക്കുന്നത്. അന്നത്തെ കോപ്പത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ അത് ഒരു 150 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു അരയിൽ ഒരു ചുറ്റ്. പക്ഷെ നമുക്കിന്ന് ഈ ദൈവങ്ങളെ അങ്ങനെ ഒരു ഒറ്റമുണ്ടിൽ നിർത്താൻ പറ്റുമോ? ഏത് രൂപത്തിലേക്കാണ് അവരെ നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഒരു തരത്തിലും യുക്തിബോധമില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ നയിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നത്. ഇന്ന് ഈ എഴുത്ത് പരീക്ഷകളെല്ലാം പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കമ്മിറ്റിയിലെ ഒരു മെമ്പർ നമ്മുടെ ചെന്നൈ IIT ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നമ്മുടെ മമ്മൂക്ക പത്മഭൂഷൺ മേടിക്കുന്ന സമയത്ത് അദ്ദേഹം പത്മശ്രീ മേടിക്കാൻ വന്നത് ഈ കാമകോടി എന്ന് പറഞ്ഞ. അപ്പൊ അത് എന്നെ കണ്ട് പോയാൽ പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ പാർലമെന്റിൽ പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ശാസ്ത്ര സാങ്കേതിക പാതയിലേക്ക് നമ്മുടെ യുവജനത്തെ കൈപിടിച്ച് നടത്തേണ്ട ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ അധിപൻ തന്റെ കുടുംബത്തിന്റെ രോഗം മാറ്റുന്നത് ഗോമൂത്രം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിലേക്കായിരിക്കും നമ്മുടെ രാജ്യം സഞ്ചരിക്കും? നോക്ക്, നമ്മുടെ ഏത് വിദ്യാഭ്യാസത്തിന്റെ ഏത് തലമെടുത്താലും മധ്യപ്രദേശില് 8 കോടി രൂപയാണ് കൗഡങ്കിൽ നിന്ന്, ചാണകത്തിൽ നിന്ന് ക്യാൻസർ പ്രതിരോധത്തിനുള്ള മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗവേഷണത്തിന് വേണ്ടി മുടക്കിയത്. ആ 8 കോടി രൂപയും പോയി. എന്ത് ഡിറക്ഷൻ എന്താണെന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ രാജ്യത്തിന്റെ ദിശ എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഞാൻ പറയുന്നത്, ഈ വിദ്യാഭ്യാസം മുഴുവൻ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നയങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നത് തന്നെ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമായിട്ട് ഈ സാംസ്കാരിക വിദ്യാഭ്യാസ ഇടപെടലിനെ BJP കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തിയാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് ഇത്രത്തോളം BJP ഇങ്ങനെ അരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതിരോധം എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മാധ്യമങ്ങള് മനസ്സിന്റെ വ്യവസായമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ കുറവാണ്. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒരുപക്ഷെ നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എത്ര ആൾക്കാരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവം എന്ന് പറയുന്നത്? ഇപ്പോൾ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ പോലും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എന്താ കാരണം? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ അവർ തന്നെ കണ്ടെത്തി. പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ദൗർബല്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ക്ലാസ് നമ്മൾ എടുക്കുന്നു, നിങ്ങൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ സർവേ പ്രകാരം ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ അണിനിരത്തിയത് ഇൻസ്റ്റ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. BJPയുടെ IT സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ
വ്യാജ വാർത്തകൾ വാട്സപ്പിലൂടെ കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്ത് കുട്ടികളെ കൂടുതൽ അണിനിരത്താൻ വേണ്ടി ഇൻസ്റ്റ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് സഹായകരമായതെന്നുള്ള ഒരു സർവേ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോഴാണ് ഈ പ്രധാനമന്ത്രി ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇൻസ്റ്റാഗ്രാമിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കും തിരിച്ചറിവാണ്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്കിതെല്ലാം അറിയാം, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഏത് രൂപത്തിലാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ എങ്ങനെയായിരിക്കണം നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലും കൂടി നമ്മൾ കൃത്യത വരുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ വലിയൊരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ്. അതിന്റെ ഒരു മൊത്തത്തിലൊരു മൂകത നമുക്ക് ഇവിടെ കാണാം, അല്ലെ സതീഷേ? നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അത് ഉണ്ട്. പക്ഷെ ഏത് തിരിച്ചടിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിധത്തിലാണ്. ഇപ്പൊ കേരളത്തില് കഴിഞ്ഞ വളരെ ഹ്രസ്വകാലത്തിനിടയ്ക്ക് തന്നെ അധികാരത്തിലേറിയ ഈ ഗവൺമെന്റ് ഏതെല്ലാം രൂപത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും തമ്മിലുള്ള അന്തരം എത്രത്തോളം വലുതാകുന്നു എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ ഇവിടെയും നമ്മൾ സംശീകരിക്കുന്ന ഈ വസ്തുതാപരമായ കാര്യങ്ങളെ ജനങ്ങളിലെ എത്തിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ പ്രതിബന്ധമായിട്ട് ഞാൻ കാണുന്നത്.